Now, alteration of articles. എങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾസിൽ ഓൾട്രേഷൻ നടത്തുന്നതെന്നുള്ളത്. സോ വാട്ട് ഈസ് എ നീഡ് ഫോർ ഓൾട്ടറിങ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? ആക്ച്വലി നമ്മൾ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾട്ടർ ദി ആർട്ടിക്കിൾസ് അറ്റ് എനി ടൈം. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ന്യൂ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദർ ഇസ് എ നീഡ് ഫോർ സച്ച് ആൻ ഓൾട്രേഷൻ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ആവശ്യമാണ്, ഓൾട്ടർ ചെയ്യണം എന്നുള്ളത് എന്ന് വരുമ്പോഴത്തേന്, ആൻഡ് വി നീഡ് ദാറ്റ് ടു ബി ലോഫുള്ളി ഇൻക്ലൂഡഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ്, നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ഇങ്ങനൊരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു എന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ദ കോപ്പി ഓഫ് എവറി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓൾട്ടറിങ് ദ ആർട്ടിക്കിൾസ് മേ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്റ്റർ വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് പാസിംഗ്. അത് അറിയാമല്ലോ. ഓക്കെ, ഏതൊരു മാറ്റങ്ങൾ വരുത്തിയാലും ഇറ്റ്സ് നോട്ട് അബൌട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഓൾ ചേഞ്ചസ് യു ആർ ബ്രിങ്ങിങ് ഇൻ, you need to file it to the register, get it, make it informed over there. എന്തിനാണ്? ബിക്കോസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കാണും. You can pay such a prescribed amount and get the copies of the, you cannot get the copies, you can view the copies of MOA and AoA there. എന്തിനാണ്? കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. AoA അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എടുത്ത് കൊടുക്കത്തില്ല. Only if it's especially needed for that purpose. The purpose should be let known to the people because it internal affairs ആണല്ലോ. Now, copy of every special resolution altering the articles. I already said that need to be filed with the register within 30 days of its passing. Now, limitations of alterations. എന്താണ് അതിൻ്റെ limitations എന്നുള്ളത്? Okay, എന്തൊക്കെ limitations ആണെന്ന്? Must not be against the provisions of the act. അതായത് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് അതിൻ്റെ പ്രൊവിഷൻസിന് എതിരായ ഒരു ഓൾട്രേഷൻസ് നമുക്ക് പാടില്ല. നമ്പർ 2 ഇസ് മസ്റ്റ് നോട്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് മെമ്മോറാണ്ടം. മെമ്മോറാണ്ടവുമായിട്ട് ഒരിക്കലും ചേരാത്ത തരത്തിലുള്ള ക്ലോസസ് നമുക്ക് AoE കൊണ്ടുവരാൻ പറ്റത്തില്ല. ആസ് ഇഫ് യു ക്യാൻ ഗോ ബിയോണ്ട് ദ മെമ്മോറാണ്ടം എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് ഒരു ഓൾട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. നൗ, must not sanction anything illegal. If it is not legal and you are sanctioning it, making an alteration which is against a memorandum അല്ലെങ്കിൽ which is against the act 2013 ആക്ട് അനുസരിച്ച് എഗനസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊവിഷൻസ് AoAക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. Must be legal. Then approval of tribunal for conversion of public company into private company. If you are changing a public company into a private company, you need to get the approval of tribunal. അതായത് ട്രൈബ്യൂണലിൻ്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ ആ അപ്രൂവലിൻ്റെ കോപ്പി വെച്ചുകൊണ്ട് വേണം നമുക്ക് പിന്നെ ആർട്ടിക്കിൾസിനകത്ത് ഓൾട്ടർ ചെയ്യാനും വിത്തിൻ 15 days രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യാനും. ഓക്കെ, ഫയൽ ചെയ്യുമ്പോൾ യു നീഡ് ടു ഗിവ് എ കോപ്പി ഓഫ് the approval of tribunal to the register. See, I have got an approval. Right now I am a private limited company and that's why I am altering my AoA as such. എന്നൊക്കെ പറഞ്ഞ് വിത്ത് എവിഡൻസോടെ വേണം നമ്മളത് കൊടുക്കാൻ. Now, next is no increase in the liability of the members. അപ്പം no member can be compelled to take or subscribe for more shares or in any way increase its liability to contribute to the share capital or pay money to the company. അപ്പോൾ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സിൽ മാറ്റം വരുത്താൻ ആ AoAക്കകത്ത് should not be an increase in the liability of the members. Okay, we cannot compel them to subscribe more shares or anything like that. Then should not cause breach of contract. അതായത് ചില ആർട്ടിക്കിൾസിനകത്ത് ഓൾട്ടറിങ് വരുമ്പം ചില കോൺട്രാക്ട്സിൽ ബ്രീച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ആ രീതിയിലുള്ള അറ്റംപ്റ്റും പാടില്ല.
Okay, then alteration by special resolution only. These such alterations should only be passed by 2/3 of the majority should agree to the new rules. അതനുസരിച്ച് മാത്രമേ നമ്മൾ alteration ചെയ്യാവൂ. Then retrospective alteration, articles may be altered as to have a retrospective effect. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൾട്ടറേഷൻസിൽ വരുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Okay, now difference in memorandum and articles. Okay, എന്താണ് ഡിഫറൻസ്? നമ്പർ വൺ, ദ നേച്ചർ ഓഫ് ഡോക്യുമെൻറ്റ്സ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സുപ്രീം ഡോക്യുമെൻറ്റ്. അപ്പം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഇസ് സബോർഡിനേറ്റ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ, വിച്ച് റെഗുലേറ്റ്സ് എ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഓക്കെ, ഇനി വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം? ആ റിലേഷൻഷിപ്പിൽ നമുക്കൊരു ഡിഫറൻസസ് കാണാം. അതായത് കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള ആ ബന്ധം കാണിക്കുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ലൈക്ക് ഹൗ ഇറ്റ് ഹാസ് ടു ബി, അല്ലെങ്കിൽ the extent until which it has to reach, or how the outside world sees a company. All these, it's a constitution, basic document, supreme document അല്ലേ. It's a charter of a company എന്ന് പറയും. മറ്റേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഇൻറ്റർസെ. ഓക്കെ, അപ്പോൾ അതിൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. മറ്റേനകത്ത് എന്താ, വിത്ത് ദ കമ്പനി ആൻഡ് ദി ഔട്ട്സൈഡ് വേൾഡ്. ദി അതർ വൺ ഇസ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്. നൗ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ലൈക്ക് മെമ്മോറാണ്ടം ഇസ് എ സുപ്രീം ഡോക്യുമെൻറ്റ്. പക്ഷേ ആർട്ടിക്കിൾസ് എന്താണ്? ആർട്ടിക്കിൾസ് ഇസ് എ സബോർഡിനേറ്റ് ഡോക്യുമെൻറ്റ്. ഓക്കെ, നൗ ടു ദ മെമ്മോറാണ്ടം. നൗ നീഡ് ഫോർ ഫയലിംഗ് ദ ഡോക്യുമെൻറ്റ്സ് ഏത് രീതിയിലാണ്? 2013 ആക്ട് അനുസരിച്ച് മോഡൽസ് ഒക്കെ തന്നിട്ടുണ്ട്. വി നോ ദാറ്റ് A2E ഈസ് എ മോഡൽ ഫോർ മെമ്മോറാണ്ടം ആൻഡ് F2I ഐ തിങ്ക് സോ അല്ലേ, അല്ലേ നോക്കട്ടെ, F2J, I'm sorry, okay, F2J, that is for the articles. Now, but the Model Articles in Companies Act 2013 applies to companies incorporated after the commencement of 2013 Act unless there is any contrary provisions to the articles. Okay, there is no need like the companies which has been incorporated before 2013 has to comply with these tables. നിങ്ങളുടെ AoA എല്ലാം മാറ്റ ഓൾട്ടർ ചെയ്യുക അക്കോർഡിംഗ് ടു ദ ന്യൂ മോഡൽ മാത്രം ചെയ്യണം എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യകത ഇല്ല. No. Alteration, memorandum cannot be altered except in the manner or to the extent provided in the act. Okay, but regarding the articles, they are only bylaws of the company. So by special resolution, if all the 2/3 of the members are agreeing to it, you can go on and change, make the alterations. Now legal effects endana, the company cannot depart from the provisions contained in its memorandum, and if it does, it would be ultra virus the company. But the other thing in which anything against the provisions of articles but which is intra virus, the memorandum can be ratified. ലൈക്ക് മെമ്മോറാണ്ടത്തിനകത്ത് പറയാത്ത ഒരു കാര്യം, മെമ്മോറാണ്ടത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല, ബട്ട് വി സ്റ്റേ ഇൻസൈഡ് ഇൻട്രാ വൈറസ് മെമ്മോറാണ്ടം. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്നതിനേക്കാളും പുറത്തേക്ക് നമ്മൾ പോയി എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഓൺ ആൻഡ് റാറ്റിഫൈ ഇറ്റ്. ഒന്നെങ്കിൽ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയോ അതങ്ങ് റാറ്റിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വാട്ട് ഈസ് എ ലീഗൽ എഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്? ഓക്കെ, എന്താണ് the legal effects? Memoranda of articles were registered, when registered, bind a company and the members to the same extent, okay, as if they had signed a contract between them. The effect of these provisions is to constitute through the memorandum and articles of a contract between each member and the company. Like there would be a contract between each member and a company. The following are the contractual implications of these documents. What are the contractual implications എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. Legal effects of memorandum, MOA and AoA.
very important ഒന്നുമല്ല, but just understand that's it. But regarding what is the difference between memorandum of article ചോദിച്ചാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് പറയുക. ഏതൊക്കെ രീതിയിലാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടത്തിന് പറ്റത്തില്ല. അക്കോർഡിംഗ് ആക്റ്റ് വല്ലതും പറയുന്നുണ്ടെങ്കിൽ മാത്രമുള്ള ഓൾട്രേഷൻസ് പറ്റും. ബട്ട് മറ്റേത് സ്പെഷ്യൽ റെസൊല്യൂഷനിൽ കൂടെ ചെയ്യാം. പിന്നെ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രം ടേബിൾ എ ടു ഇ ആണ് മെമ്മോറാണ്ടത്തിൻ്റെ ടേബിൾ മോഡൽസ് ആണെങ്കിൽ, ഫ്രം എഫ് ടു ജെ ആണ് models for articles. Okay, now status is the one is a supreme document, other is a subordinate document അല്ലേ. പിന്നെ എന്താണ് nature എങ്ങനെയാണ്? company it defines its activities and scope. The other one what it regulates the internal management of the company, how the relationship stays the company with the outside world നെ കാണിക്കുന്നതാണ് MOA, and AoA is company with its members, അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. Then limitations of alterations എന്താണ്? You can alter the AoA but according to certain criteria. What are the criteria that you have to look into? Number one is it should not go against the provisions of the act. Then must be consistent with the memorandum. പിന്നെന്തൊക്കെയാണ്? ഇല്ലീഗലായിട്ടൊന്നും സാങ്ഷൻ ചെയ്യരുത്. ട്രൈബ്യൂണലിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ വിത്ത് എ കോപ്പി ഓഫ് ദാറ്റ് അപ്രൂവൽ യു ഹാവ് ടു സെൻഡ് ഇറ്റ് ടു ദ രജിസ്റ്റർ. പിന്നെന്താ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ആരുടെ അടുത്തും പറഞ്ഞ് ഇന്ന് മുതൽ നീ എനിക്ക് 1000 അല്ല ഇനി മുതൽ 2000 തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾസിനകത്ത് വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, then it should not come as a breach of a contract. ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ടേംസും കണ്ടീഷൻസിൽ നിന്നും വ്യത്യസ്തമായി പോവും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്താലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓൾട്രേഷൻ പാടില്ല. then must be for the benefit of the company, കമ്പനിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയുള്ള ഓൾട്രേഷൻസ്. then alteration by special resolution only. okay, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മാത്രമേ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പറയണം അത് മാറ്റിക്കോ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഗുഡ് ഫോർ ദ കമ്പനി, വി ആർ എഗ്രീയിങ് ടു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും 2/3 മെമ്പേഴ്സ് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഈ ഓൾട്രേഷൻ ചെയ്യാവൂ. പിന്നെ റെട്രോസ്പെക്റ്റീവ് ഓൾട്രേഷൻ ആണ്. ലൈക്ക് എന്ന് മുതൽ എഫക്റ്റ് ആവുന്നോ, അതായത് ഇന്നിപ്പം ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞില്ലല്ലേ. ഓക്കെ, ഇപ്പം എങ്ങനെ പറയുന്നത്, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരുമെന്ന്. ഇപ്പോൾ ഇന്നൊരു ഓൾട്രേഷൻ നടത്തി. ഓക്കെ, ഇനി മുതൽ ഡയറക്ടേഴ്സിന് ലോൺ മേടിക്കാം. ഏർലിയർ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ലോണിന് ബാറില്ല, അല്ലെ ഏർലിയർ 5 lakhs വരെ മേടിക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ ആ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ അങ്ങനെ 5 lakh എന്നല്ല, എത്ര രൂപ വേണമെങ്കിലും ലോൺ എടുക്കാം ഡയറക്ടേഴ്സിൽ നിന്ന് ഒരു ഓൾട്രേഷൻ വരുത്തുവാണെങ്കിൽ. ഇറ്റ് വിൽ ഹാവ് ആൻ എഫക്റ്റ് from retrospective effect, as if anybody has gone and taken 7 lakhs or 8 lakhs before, ആണ് നേരത്തെ ആദ്യകാലം മുതലുള്ള ലോ എന്നുള്ള രീതിയിൽ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അവിടെ വരും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ആർട്ടിക്കിൾസ് ഓഫ് ഓൾട്രേഷൻസ് ഓഫ് ആർട്ടിക്കിൾസ്. ഈ മാതിരി കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ലിമിറ്റേഷൻസ് എത്രയാണ്? 9 എണ്ണം. നിങ്ങൾ ഓർത്ത് വെച്ചോണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടങ്ങുന്നത് കമ്പനിയുടെ ഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യം അനുസരിച്ച്, പിന്നെന്താ മെമ്മോറാണ്ടത്തിനെതിരായോ കമ്പനീസ് ആക്ടിനെതിരായോ ഇല്ലീഗലായിട്ടുള്ള ഓൾട്രേഷൻസ് പാടില്ല. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. നൗ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അങ്ങ് റിവൈസ് ചെയ്തതാണ്. ഓക്കെ, നൗ ലീഗൽ ഇഫക്റ്റ്. ഓക്കെ, മെമ്പേഴ്സ് ടു ദ കമ്പനി. Memoranda of the articles constitute a binding contract between each member and a company. The effect of this is that each member is bound to the company as if he has actually signed the memorandum and articles. So you cannot say that I haven't seen the memorandum or articles എന്ന് പറയാൻ പറ്റത്തില്ല. It is always available with the register. You can pay a minimum amount and ask for a copy of it. ഓക്കെ, അതുകൊണ്ട് ഞാനത് മെമ്മോറാണ്ടം വായിച്ചില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദർ ഇസ് എ കേസ് ലൈക്ക് ബോർലാൻഡ് ട്രസ്റ്റീസ് വേഴ്സസ് സ്റ്റീൽ ബ്രദേഴ്സ്. ഞാനത് വായിക്കാം. The articles of the company that provided that the shares of any member who became bankrupt should be sold to individuals at a fixed price by the directors. B, who was holding 73 shares, okay, turned bankrupt. Okay, and his trustee in bankruptcy, he claimed that he was not bound by the articles and could not therefore sell those shares as he wished.
Okay, he had a trustee, and the trustee said, and I'm not bound by the articles. Okay, അപ്പം ആസ് ആർട്ടിക്കിൾസ് പറയുന്ന പോലെ അത് ഷെയർസ് അതിൻ്റെ വിഷയം അനുസരിച്ച് വിൽക്കാൻ പറ്റത്തില്ല. ബട്ട് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ട്രസ്റ്റി ഇൻ ബാങ്ക്രപ്സി വാസ് ബൗണ്ട് by the articles and could not claim the shares against the company. He cannot claim the shares against the company. കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് പറയുന്ന പോലെ അനുസരിച്ച് ഇറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ഓൺ ഈച്ച് ആൻഡ് എവറി മെമ്പർ. അപ്പോൾ അവരുടെ മേലെ അത് അതുപോലെ തന്നെ വരും. മനസ്സിലായല്ലോ? നൗ company to the members. A company is bound to the members by various provisions contained in the memorandum and articles of association, in the same way as the members are bound to the company. Every member is entitled to sue the company to prevent any breach of the articles which would affect the right as a member of a company. Okay, അപ്പം എന്തെങ്കിലും ഒരു ഓൾട്രേഷൻസ് വന്നു ആൻഡ് ഇഫ് വി ആർ വെരി ഷുവർ ദാറ്റ് ഇറ്റ് വുഡ് അഫക്റ്റ് ദ റൈറ്റ് എന്നുണ്ടെങ്കിൽ ഞാനൊരു മെമ്പറാണ്, ഈ കൊണ്ടുവന്ന ഓൾട്രേഷൻ അനുസരിച്ച് എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ വാട്ട് ക്യാൻ ഐ ഡു? I can go on and sue the company for such an alterations because it is affecting my rights എന്ന് എനിക്ക് തന്നെ പറയാം. Now members intersay. Okay, each member of a company is bound by the memorandum. Okay, I think you can hear it. Okay, each member of a company is bound by the memorandum of articles on the basis of an implied contract, okay, to the other members. But such a right can be enforced only through കമ്പനിയിലൂടെ മാത്രമേ ഏത് റൈറ്റ്സും നമുക്ക് നിലവിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഈച്ച് മെമ്പർ ഇസ് ബൗണ്ട് ബൈ ദ കമ്പനി? ബിക്കോസ് മെമ്മോറാണ്ടം ആർട്ടിക്കിൾസും ഉള്ളതുകൊണ്ടാണ്. ഞാൻ ആ കമ്പനിയിലെ ഒരു മെമ്പറാണെന്ന് അറിയണമെങ്കിൽ എന്താണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്? മെയിൻ ഡോക്യുമെൻറ്റ് article specifically mentions about my name, Lovy Locksley. She has such and such shares എന്ന് പറയുമ്പോഴത്തേന് ഞാൻ അതിനകത്ത് ഒരു ബൈൻഡിങ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണല്ലോ അതിൽ. ഓക്കെ, then company to the outsiders, that is another thing. The articles do not constitute any contract between the company and an outsider. This is because an outsider is not a party to the contract and therefore cannot sue on it. Okay, അപ്പോൾ എന്തൊക്കെ ലീഗൽ എഫക്ട്സ് ആണ് കമ്പനി ടു ദ മെമ്പേഴ്സ്? മനസ്സിലായല്ലോ. എവറി മെമ്പറിന് ഈസ് എൻറ്റൈറ്റിൽഡ് ടു സ്യൂ ദ കമ്പനി. മെമ്പേഴ്സ് ഇൻറ്റർസേ, മെമ്പേഴ്സ് തമ്മിൽ ഇൻസൈഡ് ദ കമ്പനി എങ്ങനെയാണ്? അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ട് മെമ്പേഴ്സ് തമ്മിൽ, അതർ മെമ്പേഴ്സും അവിടെ ഉണ്ട്. എല്ലാവരുടെ പേരും ആർട്ടിക്കിൾസും മെമ്മോറാണ്ടത്തിനകത്ത് കൃത്യമായിട്ടുള്ളതാണ്. അപ്പം ഞാൻ അവിടുത്തെ ഷെയർ എന്നുള്ളത് അറിയാമല്ലോ. അപ്പം എൻ്റേതായ ഉള്ള റൈറ്റ്സ് എനിക്കവിടെ എൻഫോഴ്സ് ചെയ്യാം ത്രൂ ദ കമ്പനി. Then company to the outsider എന്ന് പറഞ്ഞാൽ the outsiders are not a party to the contract. There is only a contract between the company and its members. അല്ലേ? Therefore they cannot sue on it. പിന്നെ the members to the company, അതാണ് the effect is that each member is bound by the company as if he has actually signed by the memorandum. മെമ്മോറാണ്ടത്തിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ വായിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. If you have signed the contract, sign the memorandum, it is as if you are agreeing to the terms and conditions of the company. അപ്പം മെമ്പേഴ്സിന് കമ്പനിയോടുള്ളതും കമ്പനിക്ക് മെമ്പേഴ്സിനോടുള്ളതും മെമ്പേഴ്സ് തമ്മിലുള്ളതും എല്ലാം ലീഗൽ ഇഫക്ട്സ് ഉണ്ട്. only thing company with the ഔട്ട്സൈഡറുമായിട്ട് they are not a party to the contract. അതുകൊണ്ട് അവരുമായിട്ട് പ്രത്യേകിച്ച് സ്യൂ ചെയ്യാനോ ബി സ്യൂഡ് ഉണ്ടായിരിക്കും. ഇഫ് ദർ ഇസ് നോ എന്താ പറയുന്നത് എക്സ്പ്രസ് കോൺട്രാക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇംപ്ലോയി കോൺട്രാക്ട്സ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, now constructive notice of articles and memorandum. ഇതും doctrine of into management എന്ന് പറയുന്നത് ഇറ്റ്സ് an exception to constructive notice എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നും പറയുന്ന രണ്ട് ഡോക്യുമെൻറ്റ്സും വി നീഡ് ടു ഗെറ്റ് ഇറ്റ് രജിസ്റ്റേർഡ് ബിഫോർ ദ രജിസ്ട്രാർ. അപ്പോൾ അതൊരു പബ്ലിക് ഓഫീസിൽ രജിസ്ട്രാറിൻ്റെ അടുത്ത് അവിടെ സൂക്ഷിക്കും. ഇത് ആസ് പബ്ലിക് ഡോക്യുമെൻ്റായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ. If I am an investor, I can approach the registrar, ask about the companies, pay a required fee, 100 or 200 or something and thono. I don't know whether they have raised the amount right now. You can go, you can pay the amount, you can view the companies,
these supreme document or subordinate documents ഒക്കെ നമുക്ക് വായിച്ചു നോക്കാം. These documents are open for public inspection on a payment, and therefore it is presumed that everyone dealing with the company, either whether a shareholder or an outsider, have read the documents and is deemed this deemed knowledge of contents of these two documents is known as constructive notice of memorandum അല്ലെ articles. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് രജിസ്റ്ററിൻ്റെ അവിടെ സൂക്ഷിക്കും. നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്താൽ നമുക്കതെടുത്ത് വായിക്കാം. ഇപ്പോൾ നമ്മൾ നേരിട്ട് കമ്പനി ചെന്നാൽ കമ്പനി വളരെ പുകഴ്ത്തിയും കാര്യങ്ങളും ഒക്കെ പറയാമായിരിക്കാം. ബട്ട് നമുക്ക് കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ടും കറക്റ്റായിട്ടും വ്യക്തമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ദിസ് മെത്തേഡ് യു ക്യാൻ സെലക്ട്. The parties dealing with the company must be taken not only to have read the documents but also to have understood them according to the proper meaning. അപ്പം ഈ കാരണത്താലാണ് ഒരിക്കലും നമുക്ക് ഒരു മെമ്പർ ആണെങ്കിൽ തന്നെയും വി കനോട്ട് സേ ദാറ്റ് ഞാനത് അറിഞ്ഞില്ല എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. Once you have signed the documents and everything, it is as if you are agreed to the terms and conditions of the company. Okay? Now, ഇതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് നോട്ടീസിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഏതൊരു വ്യക്തി വന്നാലും എടുത്ത് വായിക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. There are certain exceptions to it. That is called doctrine of into management. എന്താണ് doctrine of into management? അത് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൻ്റെ ഒരു എക്സെപ്ഷനാണ് doctrine of into management. A person dealing with a company is deemed to have the knowledge of the memorandum. Okay? And articles of association of the company, but he is not bound to inquire into the internal affairs of the company as to whether they are being conducted in accordance with the articles of the company. Like he can go and check the articles of association, but he cannot enter into the company and check all the documents and see whether those are being done accordingly as they have said in the articles of association. He has a right to assume that the internal proceedings and affairs of the company are being regularly carried on in accordance with the rules and regulations, and this limitation to the doctrine of is called doctrine of Indo management. അപ്പോൾ ഇൻഡോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ബിക്കോസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് വെച്ചാൽ അവിടെ പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് MOE വെച്ചിട്ടുണ്ട്, ആർക്ക് വന്നാലും കാണാം, ഒരു എമൗണ്ട് പേ ചെയ്താൽ കാണാം. പക്ഷേ അതിനെ എടുത്തുകൊണ്ട് കമ്പനിക്ക് അകത്തേക്ക് വന്നിട്ട് കമ്പനിയുടെ സ്റ്റാഫിനകത്തും കമ്പനിയുടെ മാനേജ്മെൻറ്റിനകത്തോട്ടും കയറി നിന്നിട്ട് ഇതെല്ലാം അതുപോലെ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവരുടേതായ സീക്രസി ഉണ്ടല്ലോ. Thus, whereas the doctrine of constructive notice protects the company against outsiders, doctrine of into management വെച്ചാൽ it seeks to protect outsiders against the company. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? Constructive notice എന്ന് പറഞ്ഞാൽ it protects the company against outsiders. Doctrine of into management എന്ന് വെച്ചാൽ എന്താ? It protects the outsiders against the company. The gist of the rule is that persons dealing with limited liability companies are not bound to inquire into the regularity of internal proceedings and will not be affected by irregularities of which they have no knowledge. Okay? Internal proceedingsനകത്തോട്ട് ചെന്നിട്ട് എപ്പോഴും തലയിട്ടിട്ട് ബഹളം വെക്കുന്ന പരിപാടികളൊന്നും നടക്കത്തില്ല എന്ന് നമ്മൾ സാധാരണ വെറുതെ നമുക്കത് പറയാം. ബിക്കോസ് ആവശ്യമില്ലാതെ ഒരാളെ ഡിസ്റ്റർബ് ചെയ്താൽ ഐ എം ഡൂയിങ് സം വർക്ക് ആൻഡ് സംബഡി ഈസ് കമ്മിങ് ഇൻ, ഡോണ്ട് റൈറ്റ് ലൈക്ക് ദാറ്റ്, യു ആർ നോട്ട് സപ്പോസ് ടു ലൈക്ക് ദാറ്റ്, see this, you have already agreed over there that this is the way that you are carrying on, what you are doing right now is not കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഓഫീസിനകത്തേക്ക് വന്ന് എൻ്റെ ടേബിളിനകത്തേക്ക് ലീൻ ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദർ എനി പ്രൊട്ടക്ഷൻ ഫോർ മൈ വർക്ക്? അപ്പോൾ അങ്ങനത്തെ കുറേ ഇത് കാരണമാണ് doctrine of into management കൊണ്ടുവരുന്നത്. Doctrine had its origin in the leading case called Royal British Bank versus Turkey. Okay, based on the name of this case, this doctrine is also known as Turkan's rule. Turkan rule എന്ന് പറയുന്നുണ്ട്. Okay, the fact of this case is as follows. The articles of the company empowered its directors to borrow money. ഞാൻ നേരത്തെ പറഞ്ഞത് borrow money provided they were authorized by a resolution passed at the general meeting of the company. The directors borrowed money from Turkan and issued a prospectus to him.
without getting the authority through a resolution passed at a general meeting. They didn't go for a special resolution. They just borrowed money from a person called Tukan and issued a prospectus to him without getting the authority. Okay. The court held that Tukan can recover the money even if the directors fail to act in accordance with the provisions of the article. Once the articles authorize the directors to borrow money on the basis of resolution passed in a general meeting, Tukan is entitled to assume that the directors were borrowing on the basis of such authority, and Tukan is not bound to inquire whether such a resolution has been passed. Actually, he cannot come look into the internal affairs of the business. ഇപ്പം ഞാൻ പറയായി, ഞാനൊരു ഡയറക്ടറാണ്, എനിക്ക് പാസ്സായി കിട്ടി, അവർ സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ പറഞ്ഞു ഞാൻ പോയി ബോറോ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഒരാളിൽ നിന്ന് ഞാനൊരു 7 lakhs മേടിക്കുകയാണ്. Actually, the articles bars me from borrowing above 5 lakh rupees. But I just go, I approach a person and ask for 7 lakh rupees and I convey to him that already I have received the special resolution. It's already been passed by the company. And he believes on my words, right? And he never asked for a copy of that special resolution. He can recover it personally from me. If I am getting it approved as a special resolution by a special resolution from the company, then other authority അനുസരിച്ച് എനിക്ക് കിട്ടിയാന്നുള്ളതേ വരത്തുള്ളൂ. Now, exceptions to the doctrine of Indo management. Indo management പാടില്ല എന്ന് പറഞ്ഞാലും, Indo management എന്ന് വെച്ചാൽ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടർ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. Person dealing with the company need to have a knowledge of memoranda and articles, but he is not bound to inquire into the internal affairs of the company as to whether they are being conducted in accordance with the articles of the company. പക്ഷേ exceptions ഉണ്ട്. What are the exceptions? Number 1, actual or constructive notice. കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ ഓരോന്നാണ് പറയുന്നത്. When a person dealing with the company has an actual അല്ലെങ്കിൽ constructive notice of irregularity as regards internal management, okay, he cannot claim benefit under the rule of internal management. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയുവാണ്, ഞാൻ അറിഞ്ഞില്ല, എങ്ങനെ എനിക്ക് ഇൻഡോ മാനേജ്മെൻറ്റ് ഒരു ഡോക്ടർ നിൽക്കില്ലേ, ഞാൻ എങ്ങനെ കമ്പനിയുടെ അകത്തേക്ക് ചെന്ന് എനിക്ക് അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ സാധിക്കുമോ? പറ്റിയില്ല, അതെനിക്ക് സാധിക്കാത്തതെന്നാണ് ഞാൻ അറിയാവുന്നത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു എക്സെപ്ഷനാണ്. യു കനോട്ട് സേ ദാറ്റ് ബിക്കോസ് ചില കാര്യങ്ങൾ അതിനകത്ത് ഇറഗുലാരിറ്റി ഉണ്ടായിരിക്കാം. നമുക്ക് ആക്ച്വൽ നോട്ടീസ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഒരു തെറ്റ് അവിടെ ഉണ്ട്, അത് ഞാൻ ചെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നിട്ട് ഞാൻ പറയുക ഡോക്ടർ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കയറി അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. Okay? This exception may be applicable where a person who claims exception is himself part of the internal procedure. He should be a part of the internal procedure. Internal procedure-നകത്ത് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇൻഡോ മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അറിയാഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല. Okay? Now, negligence. When a person dealing with the company would discover the irregularity if he had made proper inquiries, cannot claim the benefit of the rule under the doctrine of Indo management. അപ്പം ചില നെഗ്ലിജൻസ് ഉണ്ട്. ലൈക്ക് അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടറിലുള്ള ഒരാളാണ് ഞാനെന്ന് ഇരിക്കട്ടെ, എൻ്റെ കൈയുടെ ഒപ്പില്ലാതെ ഒരിക്കലും ഒരു കാര്യം പുറത്തേക്ക് പോകത്തില്ല. പക്ഷേ ഞാൻ പറയുവാണ് ഇൻഡോ മാനേജ്മെൻറ്റ് ഒരു എക്സെപ്ഷൻ, ഒരു റൂളില്ല, അതുകൊണ്ട് എനിക്ക് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് കയറി അന്വേഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്കിരിക്കാൻ കഴിയില്ല. ബിക്കോസ് ഓൾറെഡി ഞാൻ ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതല്ല, ഞാനത് ശരിക്കും ശ്രദ്ധിച്ചില്ലാത്ത ഒരു നെഗ്ലിജൻസ് എൻ്റെ ഭാഗത്തു നിന്നാണ്, എന്നിട്ട് ഡോക്ടർ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് കാരണമാണ് എന്ന് എനിക്കൊരിക്കലും പറയാൻ പാടില്ല. അത് എക്സെപ്ഷൻസ് ആണ്. നോ, acts void ab initio or forgery. അതായത് when the act is done in the name of a company, void ab initio. Ab initio means since the beginning it is void. The doctrine of Indo management does not apply. It applies only to irregularities that otherwise might have a genuine transaction. It does not apply to forgery. Forgery ഒരിക്കലും അത് അപ്ലൈ ചെയ്യുകയില്ല.
ദെൻ ഇപ്പോൾ ഒരു തെറ്റ് തുടക്കം മുതലേ ഒരു ആക്ട് തെറ്റാണ്, സിൻസ് ദ ബിഗിനിങ് തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ജെന്യുവൻ ട്രാൻസാക്ഷൻ അല്ല എന്ന് നമുക്കറിയാം. അതിലേക്ക് അത് കാരണം എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇൻഡോ മാനേജ്മെൻറ്റ് കാരണം എനിക്ക് കയറി അന്വേഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനൊരു ഫ്രോജറി ഉള്ള ഒരു കാര്യത്തിന് നമുക്കത് എക്സെപ്ഷൻ അല്ലെങ്കിൽ ഇതായിട്ട് ആ ഡോക്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, company can never be bound by the forgeries committed by its officers. Now, agent acting outside the scope of his authority. If an agent of a company enters into a contract with a third party, and if the act of the agent is beyond the scope of his authority, the company is not bound. Now, when the acts are done in the name of a company, agent acting outside the scope of his authority, if the agent of a company enters into a contract with a third party, and if the act of the agent is beyond the scope of his authority, the company is not bound. The third party might enter ചെയ്യുന്നു, and the act of the agent എന്ന് പറയുന്നത് it is beyond the scope of his authority എന്നുണ്ടെങ്കിൽ the company is not bound. Now, no knowledge of the contents of the articles. അങ്ങനെ a person who has not actually read the memorandum and articles of the company, and who has not at the time of entered into the contract was aware of its contents, cannot seek or rely on the statement contained in it. എനിക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ച് ഒരു നോളജ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അകത്ത് കയറി അതെടുത്ത് പരിശോധിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ ഓഫ് ഇൻഡോ മാനേജ്മെൻറ്റ് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഓൾറെഡി പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ ഉണ്ട്, നമുക്ക് ചെന്നാൽ ആക്സസിബിളായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എൻ്റർ ചെയ്യുന്നു, അത് ഞാൻ പറഞ്ഞു. ആൻഡ് ഇഫ് ഏജൻറ്റ് ആക്ട്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി ആണെങ്കിൽ ദ കമ്പനി ഈസ് നോട്ട് ബൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോഴും ഇൻഡോ മാനേജ്മെൻറ്റ് എക്സെപ്ഷൻ, നമ്മൾ എക്സെപ്ഷൻസ് ടു ഇൻഡോ മാനേജ്മെൻ്റ് ആണ്. ഇൻഡോ മാനേജ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്ത് തടിതപ്പി പോകാനൊന്നും സാധിക്കത്തില്ല. ഓക്കെ, നമുക്ക് ചില കാര്യങ്ങളിൽ ഇൻഡോ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ചില കാര്യങ്ങളിൽ നമുക്ക് ഇൻഡോ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാനും കഴിയും. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത എക്സെപ്ഷൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞതല്ല. Now, conversion of a company which is already registered. The 2013 Act prescribes a general policy regarding conversion of companies from one class to another. Okay, the company of any class entered under the Act may convert itself as a company of another by one second. Okay, registered and may convert itself as a company of another class by alteration of memorandum and articles. Okay, following are the rules for converting from one class to another. The company should alter the memorandum and articles of association so as to fit to the norms regarding the memorandum and articles of company which it desires to convert. ഏത് രീതിയിൽ ഞാൻ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് എൻ്റെ മെമ്മോറാണ്ടം, ചിലപ്പം ടേബിൾ എയിലെ മെമ്മോറാണ്ടം ആയിരിക്കും എനിക്ക് വേണ്ടിയത്, അത് ഞാൻ ചെയ്ത് ഇൻകോപ്പറേറ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കമ്പനിയുടെ ഇത് തന്നെ മോഡൽ തന്നെ മാറ്റി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ആക്കി എന്നുണ്ടെങ്കിൽ വ്യത്യാസമായല്ലോ. അപ്പോൾ അതനുസരിച്ച് എൻ്റെ മെമ്മോറാണ്ടവും വ്യത്യാസം വരുന്നു. ഓക്കെ, ദെൻ ദി കമ്പനി ഹാസ് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ കൺവേർഷൻ to the register. Pinne register if it's satisfied that the norms regarding conversion is satisfied. He may close the former registration of the company and after registering memorandum and articles issue a certificate of incorporation. നേരത്തെ ഉള്ള കമ്പനിയെ ക്ലോസ് ചെയ്തിട്ടാണ് പുതിയൊരു സിൻ നമ്പറും ഒക്കെ തന്ന് പുതിയൊരു രജിസ്ട്രേഷൻ നടക്കുന്നത്. Okay, the above provisions is a general provision, okay, and applicable to all the classes of the companies, but when it comes to conversion of public company to private company, there is a fourth step. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഏത് കമ്പനിയുടെയും ഒരു യൂഷ്വൽ പ്രൊസീജിയർ.
അതായത് രജിസ്ട്രാറിൻ്റെ അടുത്ത് പറയുന്നു, പിന്നെ രജിസ്ട്രാർ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളെല്ലാം വരുത്തുന്നു. Now, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആവുകയാണെങ്കിൽ ഒരു പ്രൊസീജിയറും കൂടെ വേണം. അതാണ് ട്രൈബ്യൂണലിൻ്റെ അപ്രൂവൽ നമ്മൾ മേടിക്കണം. കമ്പനി ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ ട്രൈബ്യൂണൽ, ഗെറ്റ് ദി അപ്രൂവൽ. ആഫ്റ്റർ ഗെറ്റിംഗ് ദി അപ്രൂവൽ എന്താ ചെയ്യേണ്ടതെന്ന് മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ കോപ്പി കൊണ്ടുപോയി രജിസ്ട്രാറിന് കൊടുക്കണം. എന്നിട്ട് മെമ്മോറാണ്ടം ആർട്ടിക്കിൾസും എല്ലാം ഉള്ള വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ fresh certificate of incorporation issue ചെയ്യും. So the fresh registration of the company shall not affect any debts. It does not affect any debts or liabilities, obligations, or like contracts which is incurred or entered into by or on behalf of the company before conversion. The Act makes it clear that such debts, liability, obligation, ഈ സംഭവങ്ങളെല്ലാം may be enforced in the manner as if such registration had not been done. അപ്പം അതിലൊന്നും ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യത്തില്ല. ഏത് കമ്പനിയിലേക്ക് മാറുന്നോ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ മോഡ്യൂൾ 2 കഴിഞ്ഞു. Then next class we will be starting with the module 3. Module 3 is share capital and debentures. It's not that very hard, but it's a nice chapter actually. വലിയ പ്രശ്നമൊന്നുമില്ല. We are talking about what type of share capital, what kinds of shares are there, equity, preference. പിന്നെ പ്രിഫറൻസിൽ കുറേ ടൈപ്പുകളുണ്ട്, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, റിഡീമബിൾ, ഇറീഡീമബിൾ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, ഇറീഡീം. പിന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ഓൾറെഡി ആദ്യം നമുക്ക് ബ്രിഡ്ജ് കോഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ. ഓതറൈസ് ക്യാപിറ്റൽ എങ്ങനെയാണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എങ്ങനെയാണ്, സബ്സ്ക്രൈബ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്. ഇറ്റ്സ് സോ ഈസി ആക്ച്വലി. പിന്നെ അതിൽ ഇച്ചിരി കൂടെ ഞങ്ങളൊന്ന് എന്താ പറയുന്നത്, ചോദിക്കാൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അല്ലെ പബ്ലിക് ഓഫർ അതൊക്കെ ചോദിക്കുന്നതാണ് എല്ലാ പ്രാവശ്യവും. കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് അതെല്ലാം നിങ്ങളൊരു കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ന് നമ്മൾ പഠിച്ചതിനകത്ത് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് കണ്ടോ, 21 പോയിൻറ്റ്സ്. അതിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. Like think about a share capital is there on top and how the rights are going to the shareholders. Okay. പിന്നെ എന്താണ് ആ വേരിയേഷൻ ഓഫ് റൈറ്റ്സ്, പല റൈറ്റ്സ് പല വേരിയേഷൻസ് ആണല്ലോ. പിന്നെ ഏത് രീതി കമ്മീഷൻ. അതിനുശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താ LCTT ഓർക്കുന്നോ? എഫ് എന്ന് പറയുന്നത് ലീന്, C for calls on shares, then transfer, transmission 2T വരുന്നുണ്ട്. പിന്നെ F എന്ന് പറയുന്നത് for feature. ഇതിന് ശേഷം നമ്മൾ ഷെയർ വാറൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിന് ശേഷം കൺവേർഷൻ ഓഫ് ഷെയർസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആദ്യം പറഞ്ഞു, അതിൻ്റെ ഓൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ വരുന്നുണ്ട്. പിന്നെ ജനറൽ പ്രൊസീഡിങ്സ്, മീറ്റിങ്സ്, അങ്ങനത്തെ കാര്യം വരുന്നുണ്ട്. വോട്ടിംഗ് റൈറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ വോട്ട് ബൈ പോൾ ആണോ, പ്രോക്സീസ് ആണോ, ഏത് രീതിയിൽ, ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്, മാനേജറിൻ്റെ, സെക്രട്ടറിയുടെ, അടുപ്പിച്ച് 3 പോയിൻറ്റ്സ് ആണല്ലോ ഓരോ അപ്പോയിൻമെൻറ്റും. എളുപ്പമാണ്. പിന്നെ ഡിവിഡൻഡ് റിസർവ്, അക്കൗണ്ട് ഓഡിറ്റിനെ കുറിച്ചും, പിന്നെ എന്താ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റും വൈൻഡിങ് അപ്പിനെ കുറിച്ചും. അപ്പോൾ ഈ 21 കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. എന്താ പറഞ്ഞാൽ ഈ രീതിയിലും കൂടെ ചിന്തിച്ചാൽ ഷെയർ ക്യാപിറ്റൽ, റൈറ്റ്സ്, വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് അതിനകത്ത് വരുന്നുണ്ട്. ആ ക്രമം മാറിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 21 അടങ്ങുന്ന എഴുതിയാൽ ഏറ്റവും നല്ലത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഫൊഗെറ്റ് അബൌട്ട് ഇറ്റ്, ഐ എം ഫൊഗെറ്റിംഗ് ഓൾ ദീസ് തിങ്സ്. ഈ ഒരു കഥ പോലെ നിങ്ങൾ ചിന്തിച്ച് വെച്ചാൽ മതി. LCTTF, അപ്പോൾ അത്രയായി. ലീൻ, കോൾ, ട്രാൻസ്മിഷൻ, ട്രാൻസ്ഫർ, ദെൻ വോട്ട് ഫോർ ഫീച്ചർ. അതിന് ശേഷം എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഷെയർ വാറൻറ്റ്സ് അല്ലേ, വോട്ടിംഗ് റൈറ്റ്സ്, ജനറൽ പ്രൊസീഡിങ്സ്, ദെൻ ഡയറക്ടർ ആണെങ്കിൽ 3 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, ഡയറക്ടറിൻ്റെ, മാനേജറിൻ്റെ, സെക്രട്ടറിയുടെ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ കമ്പനി ഓഡിറ്റ്സ്, വൈൻഡിങ് അപ്പ്, അങ്ങനെ ഡിവിഡൻഡ് ഷെയർ റിസർവ്സ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ അടങ്ങുമ്പോഴത്തേന് ആ പോയിൻറ്റ്സ് എല്ലാം അങ്ങ് കവർ ചെയ്ത് കഴിയും. ഷെയർ ക്യാപിറ്റൽ പറഞ്ഞ് ഓൾട്രേഷൻ പറഞ്ഞല്ലോ അല്ലേ, ഓൾട്രേഷനും ഉണ്ട് കേട്ടോ. കൺവേർഷൻ ഓഫ് ഷെയർസ് ടു സ്റ്റോക്ക്, അങ്ങനത്തെ എല്ലാ കണ്ടൻസും അടങ്ങുന്നതാണ് ആർട്ടിക്കിൾസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിനകത്ത് മെയിൻലി യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. വാട്ട് ഇസ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് ചോദിക്കും. ദാറ്റ് ഈസ് MOA and AoA will be kept with the register as public documents.
and those documents, any outsider or any person can approach the register, pay a prescribed fee and view those documents. This is called constructive notice, and you cannot further say that I haven't seen the MOA or I am not well known about the laws of the company എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. The next thing is doctrine of into management. Even if we know about the articles of association, we cannot say that we cannot go to the company and check whether those are being carried out inside the company. Adana doctrine of into management. There is a restriction for the outsiders to enter into a company and then check the internal matters of the company. Okay. അത് കഴിഞ്ഞുള്ള എക്സെപ്ഷൻസ് ആണ്. ഇൻഡോ മാനേജ്മെൻറ്റ് കാരണം ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചിലരുണ്ട്. അതിൻ്റെ എക്സെപ്ഷൻസാണ് ഞാൻ പറഞ്ഞ ആക്ച്വൽ ആൻഡ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഓൾറെഡി എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം നടക്കുന്നു, എനിക്കൊരു കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉണ്ടായിട്ടും ഞാൻ പറയുക ഇല്ല ഇൻഡോ മാനേജ്മെൻറ്റ് കാരണം ഞാൻ നോക്കിയില്ല, അറിഞ്ഞില്ല, ഐ cannot look into the company എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. Once the next thing is, if you are a part of the internal management and you say that you have no knowledge about it, അല്ലെ ഇൻഡോ മാനേജ്മെൻറ്റ് കാരണം എനിക്ക് അതിനകത്തോട്ട് എത്തി നോക്കാൻ പറ്റത്തില്ലെന്ന് ഒരിക്കലും ആ ഡോക്ടറിൻസ് ഒന്നും അവെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തായാലും റിവിഷനും ഇതിൻ്റെ കൂടെ കഴിഞ്ഞു. Just go through all these things and let me know if you have any doubts. Okay, thank you so much. You have a great day.